എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരുമില്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ? മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ്? പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ്, ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, എന്നിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതകൾ മനുഷ്യരാണല്ലോ, സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ടും എന്തിനാ വനിതാ കമ്മീഷൻ? വനിതാ കമ്മീഷൻ വേണം കേട്ടോ, 100% വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത്. വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ്? കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച്, അവർക്ക് മെന്ററിങ്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ ഒരു ഒരു പുരുഷ കമ്മീഷൻ, മെൻസ് കമ്മീഷൻ വേണം. അതില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഈശ്വറിനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത്. ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും, വിമർശനം തുടരും, പോരാട്ടം തുടരും. ഈ വരുന്ന ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും. ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല. പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി 2 MLA-മാർക്കാണ് നിവേദനം നൽകുക. 2 പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത്. ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ. അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു. അത് വളരെ സന്തോഷമാണ്. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ടീമിനോടും കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു നല്ല കാര്യം, പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുക ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള MLA-മാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അതേപോലെ വേട്ടയാടൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം. അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല, നമുക്ക് നേരെ അങ്ങനെ വ്യാജ പരാതി വന്നാലേ മനസ്സിലാവും. നമ്മുടെ ശ്രീ TV രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ കാണും. എൻ്റെ വീട്ടിലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണും. അപ്പം വെളിയിൽ നിന്നുള്ളവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നൂ, പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി, ശ്രീ ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് നിവേദനം ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും. ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ 2 പേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ്, ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാണ്. അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു. ഈ വരുന്ന ജനുവരി 21 നിവേദനം നൽകുന്ന ഈ നിവേദനത്തിൻ്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു. ഇന്ത്യ മുഴുവൻ ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. സുപ്രീം കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്നുള്ള സത്യമാണ്, സുപ്രീം കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ്. ലോകസഭയിലെ ഒരു MP മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും റേസ് ചെയ്തിട്ടുണ്ട്, അതും വിജയിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെ കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ ആൾക്കാർ വരും. അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇനി എന്തിനാണ് പുരുഷ കമ്മീഷൻ? ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഏകദേശം 2 മാസം മുമ്പ് ശ്രീ നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈൻ്റ് ആണ്. പോലീസുകാർ ശ്രീ നിവിൻ പോളിക്കെതിരെ കംപ്ലൈൻറ്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ FIR ഇട്ടോ എന്ന് ചോദിച്ചു. നിവിൻ പോളി പരാതി കൊടുത്തല്ലോ, നിവിൻ പോളി പരാതി കൊടുത്തു, DGPക്ക് തന്നെ പരാതി കൊടുത്തു. ആ പെൺകുട്ടിക്കെതിരെ എന്താ FIR ഇടാത്തത്? ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരാത്തത്? ഒരു മാധ്യമങ്ങളും ചോദിക്കാത്തത് എന്താ?
ഇപ്പോഴും രസം എന്താ അറിയാമോ, നിവിൻ പോളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവർ കൊടുത്ത ബാക്കി 7 പേര് കഷ്ടകാലത്തിന് അവർ ആ സമയത്ത് ദുബായിലായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. ഈ അന്വേഷണം ഒരിക്കലും തീരില്ല, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അറിയണം, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ, രാഹുൽ ഈശ്വർ അല്ല, ജഡ്ജി കൗസർ എടപ്പകത്തിൻ്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. എൽദോസ് കുന്നപ്പള്ളി എന്ന MLA-ക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീ 49 കേസുകളിൽ പ്രതിയാണ്. ഇവർ എൽദോസിനോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. അങ്ങനെ എൽദോസിൻ്റെ കാശ് എങ്ങനെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. 49 കേസുകളിൽ പ്രതിയായൊരു വ്യക്തി. പക്ഷേ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിൽ അതുണ്ടോ? എൽദോസിന് ഡിസിപ്ലിനറി ആക്ഷൻ നേരിടേണ്ടി വന്നു, കുറച്ചു കാലം അവരുടെ പാർട്ടി നടക്കുള്ള മാറി നിന്നു. ഇതിനൊരു അവസാനം വേണ്ടേ? നാളെ ആർക്കെതിരെ വന്നൂടെ? നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ വന്നൂടെ? നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങൾ എല്ലാം പോവല്ലേ? ഞാൻ ഇനി പേരെടുത്ത് പറഞ്ഞു, ഞാനത് കൊടുക്കണമെന്നല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ്. സമാനമായൊരു പരാതിയല്ലേ, അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിൻ്റെ മേധാവിയായി നിൽക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി. പുള്ളിയാണ് അതിലെ 1-ാം പ്രതി. അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞ പേര് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഡോക്ടർ അരുൺ, അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞതിന് പുള്ളി അതിലെ 1-ാം പ്രതിയായി പോക്സോ കേസ് വരികയാണ്. ഇതിനൊരു അവസാനമില്ല. അതായത് എത്ര എളുപ്പമാണ്, ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല. കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവനാണ് പരാതി. ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ, കൊടുക്കാം. ഇനി കുടിക്കാനും എന്ത് പറ്റും? അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ സമീപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ വാർത്ത പോലും കൊടുക്കില്ല. അതാണ് പ്രശ്നം. പിന്നീട് എന്താ അറിയോ, ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട്. അതായത് ഡ്യൂ ഡിലിജൻസിൻ്റെ ഭാഗമായി ഞങ്ങൾ HR വർക്ക് ചെയ്യുന്നവരെല്ലാം വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പം കാണുന്നത് എന്താ? ഇവൻ പീഡകനാണ്, ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും. ഏതെങ്കിലും HR റിസ്ക് എടുക്കുമോ? അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ 2 പേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ പറഞ്ഞു, സാറേ അവനെ വെറുതെ വിട്ടു, കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി. പക്ഷെ അവർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വാർത്തയെങ്കിലും കൊണ്ടുപോകാം. ആ വാർത്ത ആർക്കാ ന്യൂസ് വാല്യൂ ഇല്ല. ഇതിൻ്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫക്റ്റഡ് ആണ്. നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കയ്യടി നേടുമ്പോൾ ഒരുപാട് ആണുങ്ങളുടെ ജീവിതം അതിലൂടെ ഇല്ലാതാകുകയാണ്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്നൊരു ഓമന പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ പെടുകയാണ്. ഒരു വരി കൂടെ പറഞ്ഞു, നേരത്തെ ഒരു ലീഗൽ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല. പരാതി കൊടുക്കുന്ന എല്ലാവരും അപ്പം തന്നെ അതിജീവിതയായോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ വേട്ടക്കാരനായോ? പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈൻറ്റൻ്റ് ആണ്, പരാതിക്കാരാണ്. മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ്, ആരോപിതരാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 75 വർഷങ്ങളുടെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി 1.5 മാസം മുമ്പാണ് ആദ്യമായിട്ടൊരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത്. ചുമ്മാ ഒബിറ്റർ ഡിക്റ്റ അല്ല, പറഞ്ഞു പോണതല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട്, പ്രിവസിക്ക്. അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ്. അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു? ഒരാൾ വന്ന് 7 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ഒരാൾ വന്ന് 11 പേർക്കെതിരെ പരാതി കൊടുക്കാൻ, ബാലേന്ദ്ര മേനോൻ സാറിനെ പോലുള്ള മുതിർന്ന ആൾക്കാർ പോലും കൊടുക്കാൻ നോക്കുക. ഇതിനൊരു അവസാനം വേണ്ടേ? അതുകൊണ്ട് എനിക്ക് മീഡിയയോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന് ബാലൻസ്ഡ് ആയി, അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാരും നിങ്ങൾ ഇരയെന്ന് വിളിച്ചോളൂ. അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരയെന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നവൻ വേട്ടക്കാരനാകാതെ ഇരയും അക്യൂസ്ഡും ആരോപിതനും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയെന്നൊരു പ്രമുഖ ചാനൽ പറയുന്നത് പോലെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു. ഹണി റോസിന് തിരിച്ചടിയായിട്ടല്ല, പക്ഷേ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു. അതോടൊപ്പം ഹണി റോസിനോട് ഒരു അഭ്യർത്ഥന കൂടി. ഹണി റോസിൻ്റെ ഒരു നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്, ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ഹണി റോസിൻ്റെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ഹണി റോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ, പുരുഷ കമ്മീഷന് ഹണി റോസിൻ്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.